ഒരു 4 മണിയൊക്കെ കഴിയുമ്പം വലിയ തിരക്കൊന്നുമില്ലെങ്കിൽ ഞാൻ സൈക്കിളും എടുത്ത് ഒരു സ്ഥലത്തേക്ക് പോകാറുണ്ട്. എവിടേക്കാണെന്ന് പറയാം. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലേക്ക്. കോട്ടയത്തിനടുത്ത് പാക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇങ്ങനൊരു ആൽമരം ഉള്ളത്. പാക്കിൽ അമ്പലത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ആൽമരം കാണുന്ന പോലെ തന്നെ വലിയതാണ്. ഈ ആൽമരത്തിൻ്റെ പ്രത്യേകത, വൈകിട്ടായാൽ ഇവിടെ ഒരുപാട് പേര് അതിൻ്റെ ചുവട്ടിൽ വന്നിരിക്കാറുണ്ട്. അതിലൊരാളായിട്ട് ഞാനും ചിലപ്പോഴൊക്കെ വന്നിരിക്കാറുണ്ട്. അമ്പലത്തിനോട് അടുത്ത് നിൽക്കുന്നവരായതുകൊണ്ട് വൈകിട്ടൊക്കെ ചിലപ്പോൾ നല്ല പാട്ടൊക്കെ കേൾക്കാൻ പറ്റും. നമുക്കറിയാം, ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ കിട്ടുന്ന ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ച് മനസ്സിനാണ് അങ്ങനെ ഗുണം കിട്ടുന്നത്. നമ്മൾ ശാന്തമായി ആ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ചിലപ്പോൾ ഈ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ, പ്രത്യേകിച്ച് എനിക്ക് എന്നെ തന്നെ പറ്റി ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. എൻ്റെ ജീവിതത്തെ പറ്റി, എൻ്റെ കുറവുകളെ പറ്റി, അങ്ങനെ പല കാര്യങ്ങളും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. സോക്രട്ടീസ് ഒക്കെ പറയുന്ന പോലെ അൺഎക്സാമിൻഡ് ലൈഫ് ഈസ് വെർത്ത്ലെസ് എന്നല്ലേ പറയുന്നത്. നമ്മൾ നമ്മളെ പറ്റിയൊക്കെ ചിന്തിക്കാത്ത ജീവിതം എത്രയോ അർത്ഥശൂന്യമാണ്. ഞാനീ പറയാൻ കാരണം, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ ഏതെങ്കിലും ഒരു പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ പേഴ്സണൽ ടൈം ഉണ്ടായിരിക്കുന്ന വളരെ നല്ലതാണെന്ന് തോന്നുന്നു. നമ്മളെപ്പറ്റി തന്നെ ചിന്തിക്കാൻ, നമ്മളെപ്പറ്റി തന്നെ ഓർക്കാൻ, നമ്മുടെ ജീവിതങ്ങളെ കുറേ കൂടിയൊക്കെ മനോഹരമാക്കാൻ നമ്മളോട് തന്നെ സംസാരിക്കുന്ന ധ്യാനത്തിൻ്റെ ചില സമയങ്ങൾ, അത്തരം സമയങ്ങൾ നമ്മുടെ ജീവിതത്തെ കുറേ കൂടെ ക്രിയേറ്റീവ് ആക്കും, ബ്യൂട്ടിഫുൾ ആക്കും എന്നതിൽ സംശയമില്ല. ഒരുപക്ഷെ ചിലർക്ക് അതൊരു പള്ളിക്കുള്ളിലാകാം, അല്ലെങ്കിൽ സ്വന്തം ബെഡ്റൂമിലാകാം, എവിടെയും ആയിക്കോട്ടെ, കുറച്ച് സമയം നമുക്ക് നമ്മളോട് തന്നെ സംസാരിക്കുന്ന നല്ല സ്ഥലത്തിന്, നല്ല സമയത്തിനായി നമുക്ക് മാറ്റിവെക്കാം.